ഈ ഭൂമിയുടെ കാലഘട്ടം കഴിയുന്നതിന് മുമ്പേ ഒരു കൂട്ടം പേര് എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകും. ഹല്ലേലൂയ. എന്റെ വേല കർത്താവ് എന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന വേല തികയ്ക്കണം. അതെന്റെ ആഹാരം. ഇന്നലെ നമ്മൾ തമിഴ്നാട് മീറ്റിംഗൊക്കെ പോയി. വളരെ പ്രതികൂലമായ സാഹചര്യം, ഭയങ്കര മഴയായിരുന്നു. നിങ്ങൾക്കറിയോ, ഞാൻ വിളിച്ച ഒരു വ്യക്തി പോലും വരാതിരുന്നില്ല. ഞാൻ വിചാരിച്ച് കുറച്ച് ആൾക്കാരൊക്കെ കുറയുമായിരിക്കും. പക്ഷേ ഞാൻ അപ്പനോട് പ്രാർത്ഥിക്കുന്ന സമയം അപ്പൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം, മോളെ നീ അല്ലല്ലോ വിളിച്ച, ഞാനല്ലേ വിളിച്ച, അവൻ വരും, അവൾ വരും. ഹല്ലേലൂയ. വെറുതെ ദൈവവേലയ്ക്ക് ഇറങ്ങിയതല്ല. ഓ പുഷ്പ സഹോദരിയൊക്കെ അറിയുമോ, ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ നിയമിച്ചാൽ നീ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുമെന്ന് നീ വിശ്വസിച്ചോ? ഇല്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പുഷ്പ സഹോദരി നിങ്ങൾ ആ വണ്ടിക്കകത്ത് കയറ്റിയത്. ദൈവാത്മാവ് മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, നിങ്ങൾ വാഹനയാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നവരാരും കാണത്തില്ല. എൻ്റെ കൂടെ ഇരുന്ന പ്രാർത്ഥിച്ച ഗ്രൂപ്പിലുള്ള മിക്ക പേരും കാണത്തില്ല. പക്ഷെ അതുപോലെ സംഭവിച്ചില്ലേ? ദൈവാത്മാവ് എന്ത് പറയുന്നു അത് സംഭവിക്കുന്നു. ദൈവാത്മാവിന് നിയോഗമുള്ളവർ നമ്മോട് കൂടെ വന്നുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ളവരെ നാം അറിയാതെ തന്നെ പൊക്കോണ്ടേയിരിക്കും. മനുഷ്യന്മാർ എനിക്ക് വിഷമം തോന്നിയപ്പോൾ ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ ഈ വേല ഇത്ര കടുപ്പമാ, ഇടയ ശുശ്രൂഷ ഇത്തിരി പാടാ, ഞാൻ ഇവാഞ്ചലിസ്റ്റായിട്ട് നിന്നോളാം. കർത്താവ് പറഞ്ഞു, നീ ഇവാഞ്ചലിസ്റ്റായിട്ട് ഒതുങ്ങത്തില്ല, ഒരു പ്രോഫറ്റസായി നീ ഒതുങ്ങത്തില്ല. നിന്നെ കർത്താവ് ഒരു അപ്പോസ്തല ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോവുക. ഞാൻ പോകുന്നിടത്തൊക്കെ സഭ സ്ഥാപിക്കുന്ന ഒരു രീതിയിൽ കർത്താവ് ഇപ്പൊ മിനിസ്ട്രികൾ ആരംഭിക്കുകയാ. ഞാൻ എവിടെയൊക്കെ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ ആ സഭയൊക്കെ നിറഞ്ഞതായി പാസ്റ്റർമാരെ വിളിച്ച് പറയുന്നത് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. നീ ഒരു സഹോദരിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. നിനക്ക് വിമർശനങ്ങൾ വരും, അത് സത്യമാ. നീ നേരായി ജീവിച്ചാലോ നിന്റെ ജീവിതത്തിൽ വിമർശനങ്ങൾ വരും. വിമർശനങ്ങൾ വരുമ്പോ ആ വിമർശനത്തിന്റെ പുറത്ത് കയറി നിൽക്കാൻ പഠിച്ചാ നീ വിജയിച്ചു. കല്ലേറുണ്ടാവും. സ്തേഫാനസിനെ കല്ലെറിഞ്ഞാണ് കൊന്നത്. പൈസക്കാണെന്ന് പറഞ്ഞത് ഒരു വിഭാഗം ഉണ്ടായിരിക്കും. പ്രശസ്തിക്ക് വേണ്ടി അവളുടെ പേര് വലുതാക്കാൻ അവൾ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ടായിരിക്കും. പക്ഷെ എൻ്റെ അപ്പൻ എന്നെ അറിയാം. അതുകൊണ്ട് പട്ടുപോകാതെ കാക്കുന്നവൻ കർത്താവായ യഹോവയാണ്. നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നോക്കിയാൽ മതി, വേറെ ഒരിടവും പോകണ്ട. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ക്ലിപ്സ് ഒക്കെ നോക്കിയാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ. പക്ഷേ ദൈവത്തിന്റെ ആത്മാ പറയുക, കുറ്റപ്പെടുത്തുന്നത് പിശാചിന്റെ കൂടെയുള്ളവരാ. കുറ്റപ്പെടുത്തുന്നവര് നീ ന്യായശാസ്ത്രിയല്ല, നീ പരീക്ഷനല്ല, കർത്താവിന്റെ സ്വന്തം മക്കളാ. ശുശ്രൂഷ ചെയ്യുന്നവന്റെ നേരെ നീ വിരൽ ചൂണ്ടരുത്. അവന് വിരോധമായി ഒരു വാക്ക് പോലും നീ സംസാരിക്കരുത്. തന്റെ അഭിഷിക്തന് വിരോധമായി ആരെങ്കിലും സംസാരിച്ച സ്വർഗ്ഗം നിന്റെ മധ്യത്തിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു അനുഭവം നിങ്ങളോട് പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ അകത്ത് പല റൂമറുകളും കേൾക്കുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മക്കള് എൻ്റെ നാട്ടിലും എനിക്കുണ്ട്. സന്തോഷമുള്ളവരെന്ന് ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ നാട്ടിലും എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. എനിക്ക് വിരോധമായി ഒരു വ്യക്തി സംസാരിച്ചാൽ എന്നെ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ അടുത്ത് വിളിച്ചിട്ട് പറയും, കവിത സിസ്റ്ററെ പറ്റി ഇങ്ങനെയാ പറയുന്നത്, സിസ്റ്റർ അവിടെ പോയി ശുശ്രൂഷിക്കുന്നു, ഇവിടെ പോയി ഇങ്ങനെ പറയാൻ തുടങ്ങുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയെ എനിക്ക് വേണ്ടി അവിടെ നിയോഗിച്ചതാ. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിരോധമായി നിൽക്കുന്ന ആ വ്യക്തിയെ ഞാൻ ശപിച്ച് പ്രാർത്ഥിക്കാറില്ല. ഞാൻ ആർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പല വിമർശനങ്ങളും കേൾക്കേണ്ടി വരും. കുടുംബത്തിന്റെ അകത്ത്, നാട്ടുകാരുടെ ഇടയിൽ, ബന്ധുക്കളുടെ ഇടയിലൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷെ നീ പ്രതികരിക്കാൻ പോണ്ട, സ്വർഗം പ്രതികരിക്കും. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേ. കർത്താവ് ചില ഇടപെടലുകൾ നിന്റെ കുടുംബത്തിനകത്ത് ചെയ്യുക. നിന്റെ കയ്യടി മതിയാക്ക്, നിന്റെ പ്രാർത്ഥന മതിയാക്ക്, നിന്റെ ഓട്ടം മതിയാക്ക് എന്ന് പറഞ്ഞ് നിന്റെ വീട്ടിലുള്ളവർ തന്നെ നിന്നെ ഭാരപ്പെടുത്തുമ്പോൾ, സഹോദരി, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ഒരു കാര്യം, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊണ്ടാൽ ഞാൻ യുദ്ധം ചെയ്യുന്ന ഒരു സീസൺ ഉണ്ട്. യുദ്ധം ചെയ്യുമ്പോ നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവാണെന്ന് ദൈവം തന്നെ തെളിയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ നാട്ടുകാരെ ഓർത്ത് ഭയങ്കര സഹകരണമാണ്. അവര് ഭയങ്കര സ്നേഹമാണ്. ഒരുപാട് ആന്റിമാര് ഞങ്ങളുടെ സഭയുടെ അകത്ത് തന്നെ കർത്താവ് തന്നിട്ടുണ്ട്. നിനക്ക് വിരോധമായി ഒരു ആയുധം ഉണ്ടാകുമ്പോൾ നിന്റെ ചെവിയിൽ അത് കേൾക്കും. പക്ഷെ ആ വ്യക്തിയോട്, എന്നെ കുറ്റം പറഞ്ഞ വ്യക്തിക്ക് ഞാൻ ഷേക്കൻഡ് കൊടുത്തു ആ ദിവസം തന്നെ.
നശിച്ചു പോകണമെന്ന് പറഞ്ഞല്ല ഷേക്കൻഡ് കൊടുത്തത്. ഞാൻ എന്നും ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇടാറുണ്ട്. എന്നെ പറ്റി ഞാൻ ഉയർത്തിയല്ല പറയുന്നത്, പക്ഷെ ദൈവത്തിന്റെ ആത്മാവുള്ളവർ യഥാർത്ഥമായും സ്നേഹിക്കും, യഥാർത്ഥമായും ദൈവകൃപ അനുഭവിക്കും. അത് മാത്രമേ അവന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ക്ഷമിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? എൻ്റെ അപ്പുറത്തെ വീട്ടിലെ വ്യക്തി എനിക്ക് ആ വിചാരം ചെയ്യുന്നു, ആ വ്യക്തിയെ നീ ഒന്ന് സ്നേഹിക്കാൻ പഠിച്ചാൽ നിനക്ക് വിരോധമായി അവനിട്ട എല്ലാ മുഖങ്ങളെയും കർത്താവ് തന്നെ തകർത്ത് കളയും. ക്ഷമിക്കാനാണ് പാട്. ഒരു ഭാര്യയോട് ഞാൻ സംസാരിക്കുമ്പോൾ, ഞാനൊരു കൗൺസിലിങ്ങിൽ നിൽക്കുമ്പോൾ അവർക്ക് ഡൈവോഴ്സ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഡൈവോഴ്സ് ചെയ്യുന്നത്? എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സിസ്റ്ററെ. എന്താ കാര്യം? ഭർത്താവ് എന്നെ നേരെ നോക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭാര്യയും പറഞ്ഞു, ഭർത്താവും പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങൾ കരയുന്നത് ഞാൻ കണ്ടു. കുഞ്ഞുങ്ങൾ ഇന്ന് കരഞ്ഞു, എനിക്ക് എൻ്റെ പപ്പയെയും അമ്മയെയും വേണം സിസ്റ്റർ, എനിക്ക് ഒരാളായിട്ട് വേണ്ട. ഞാൻ അതിൻ്റെ അകത്ത് പെട്ടുപോയി. ഞാൻ പറഞ്ഞു, അയാളോടും പറഞ്ഞു, അവിടെ നിന്ന് ആ സിസ്റ്ററോടും പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിലോർത്തെങ്കിലും നിങ്ങൾ ഒന്നാകണം. പക്ഷേ ഈ ആ ഒരു കൗൺസിലിംഗ് കഴിയുമ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, എനിക്കിപ്പോ ഒരു സ്നേഹം തോന്നുന്നുണ്ട്. എൻ്റെ ഞാൻ ഭർത്താവിനെ മാറ്റി നിർത്തിയിട്ട് അവരോട് ചോദിച്ചോ, എൻ്റെ ഭർത്താവ് നിന്നെ ഇങ്ങനെയൊക്കെ നോക്കിയില്ലേ, ഇങ്ങനെയൊക്കെ കരുതില്ലേ? ദൈവാത്മാവ് സംസാരിച്ചതെല്ലാം പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞിന് ബോധം വന്നു. അടിയൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഒരു കുടിയനായിരുന്നു, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുടിച്ചിട്ട് വന്നിട്ട് പിറ്റേ ദിവസം പരിപൂർണയും കൊണ്ട് വന്നില്ലേന്നോ പറഞ്ഞപ്പോ ഒരു ചിരി ഉണ്ടായിരുന്നു. ഇടിയൊക്കെ കിട്ടിയത് ശരിയാ, പക്ഷേ ഞാനൊരു കാര്യം, വിവാഹം കഴിഞ്ഞവരോട് ഞാനൊരു ഉപദേശം തരുവാ. നിങ്ങളെ കെട്ടിച്ചയച്ച വീട്ടിലോട്ട് നിങ്ങൾക്ക് പോകുവാൻ ബൈബിൾ വച്ച് ഒരു അവകാശം തന്നിട്ടില്ല. നിങ്ങൾക്കൊരു പങ്കാളിയെ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ആ പങ്കാളിയോടൊപ്പം നിങ്ങളുടെ ജീവിത അവസാനം വരെ തുടരാനാണ് ബൈബിൾ പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഡൈവോഴ്സിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. വലിയ വലിയ കാര്യങ്ങൾ ഉള്ളവരും ഉണ്ട് കേട്ടോ, അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഈ വ്യക്തിയെ രൂപാന്തരപ്പെടുത്താനായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ ഈ ഭാര്യയുമായി യോജിപ്പിച്ചത്. മനസ്സിലായോ? ദുഷ്ടൻ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് കളിക്കരുത്. എവിടെയെങ്കിലും ക്രമീകരണങ്ങൾ വരുത്തണമെങ്കിൽ നീ തന്നെ ക്രമീകരിക്കണം. പണ്ടത്തെ അമ്മച്ചിമാര് പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ എന്തായാലും മുള്ളായാലും നീ മുറുകെ പിടിച്ച് അവിടെ തന്നെ കേട്ടിട്ടുണ്ടോ? മുള്ളാണെങ്കിൽ അവിടെ മുറുകെ പിടിച്ച് നിന്നോണം, ഇങ്ങോട്ട് വരരുതെന്ന്. ഇത് കഴിഞ്ഞിട്ട് മെസ്സേജ് പറയാൻ കാണിക്കാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രമാണങ്ങളായി നന്ദിയുടെ സ്തോത്രം. അങ്ങയുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ദൈവാലയത്തിൽ കടന്നു വരുമ്പോൾ വെറുതെ കടന്നു വരാതെ അങ്ങയുടെ പേരെ സ്നേഹിച്ച് അവർ കഴിഞ്ഞ ദിവസം ലഭിച്ച നന്മയിൽ ഒരംശം വേർതിരിച്ച് ദൈവസഭയെ കൊണ്ടുവന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മകളുടെ അധ്വാനങ്ങൾ നീ അനുഗ്രഹിക്കണമേ. വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കണമേ. പുതിയ പുതിയ വഴികൾ അവർ കൊണ്ട് തുറക്കണമേ. അടങ്ങിടക്കുന്ന എല്ലാ വഴികളും പ്രിയപ്പെട്ട മകൾ തുറക്കണമേ. അവിടെ കരണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കാഴ്ചയിൽ നീ അനുഗ്രഹിച്ചാൽ 1000 മടങ്ങ് തിരിച്ചു സഹായിക്കും. ഒരു പക്ഷേ കർത്താവ് വേഗം കൊടുക്കുവാൻ അവർക്ക് കഴിയാവുന്ന വിഷയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളുടെ കരങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും വചനമാർഗമായി തീരുകയും ചെയ്യണമേ. മേശക്കാർ കാണിക്കാൻ വെച്ചിരിക്കുന്ന പ്രിയ സഹോദരിക്കായ പ്രാർത്ഥന പ്രിയങ്ങളെ അധ്വാനത്തെ അനുഗ്രഹിക്കണമേ. ധാരാളം കൊടുത്ത് സഹായിക്കും. യേശു
ഇറങ്ങിയിലേ ചോദിക്കാൻ